മോട്ടോർ വാഹന വകുപ്പിന്റെ പൊറോട്ട് നാടകം എന്താണെന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ഈ ഏത് സ്കൂളിൽ ഏത് വിദ്യാലയത്തിനുണ്ട് AC ബസ്? MVDയുടെ നടപടി പൊതുജനത്തിന്റെ കണ്ണിൽ പൊറി വാരിയിടുന്ന പരിപാടിയാണെന്ന് ഞാൻ പറയും. എന്നെ അന്ന് എന്റെ ബസ് പിടിച്ചപ്പം അന്ന് MVDക്കാര് പറഞ്ഞിരുന്നത് 2 തരം ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ, കോൺട്രാക്ട് ഗാരേജും സ്റ്റേജ് ഗാരേജും. അപ്പൊ കോൺട്രാക്ട് ഗാരേജും സ്റ്റേജ് ഗാരേജും ഉണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് AITP എന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞൊരു ബസ്സും കൂടെ ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തു. ഈ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? തീർച്ചയായും. അതുമായി ബന്ധപ്പെട്ട് MVDയുടെ ആ ഒരു നടപടിയെ എങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? കാരണം പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് വലിയ അപകടത്തിലേക്കാണ് ഇത്തരത്തിൽ പോകുന്നത്. ഒരുപാട് വർഷം ഈ ബസ് സർവീസ് ഒക്കെ നടത്തുന്ന ഒരാളായതുകൊണ്ട് ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരം ആഭാസങ്ങൾ, അങ്ങനെ തന്നെ പറയണം, അതിനെയൊക്കെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്നും വച്ചുപറപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് MVD ഈ ഒരു ആജീവനാന്ത ലൈസൻസ് റദ്ദാക്കലിലൂടെ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു പാഠം. ഇപ്പൊ MVDയെ സംബന്ധിച്ചിടത്തോളം ചേട്ടന് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടിച്ച ആളുകളാണ് MVDക്കാർ. അപ്പൊ ഈ ഒരു നടപടി എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു MVDയുടെ നടപടി അല്ലാതെ ടെക്കിയുടെ നടപടിയല്ല. MVDയുടെ നടപടി പൊതുജനത്തിന്റെ കണ്ണിൽ പൊറി വാരിയിടുന്ന പരിപാടിയാണെന്ന് ഞാൻ പറയും. അവർ ചെയ്തിരിക്കുന്ന ലൈസൻസ് ക്യാൻസലേഷൻ ആണ്. അവർ നടത്തിയിരിക്കുന്ന ലൈസൻസ് ക്യാൻസലേഷൻ എവിടെ ഏത് നിയമപ്രകാരമാണ് നിൽക്കുക എന്ന് എനിക്കറിയില്ല. ഒരു ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിന് എന്തെല്ലാം നടപടികളുണ്ട് എന്ന് അവർക്ക് നന്നായി അറിയാം. വാർത്തകളിൽ ഇടം നേടുക, വാർത്തകളിൽ പിടിച്ചു കയറുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ MVD ചെയ്തിരിക്കുന്ന നടപടിയാണ്. അത് ഈ പറഞ്ഞ വ്യക്തിക്ക്, ഈ ടെക്കിക്ക് പെട്ടെന്ന് ഊരിപ്പോകാനുള്ള ഒരു വകുപ്പാണ്. അങ്ങനത്തെ സർക്കസ് കാണിക്കുന്നവരെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരെ ആജീവനാന്ത കാലം അവരെ ബാർ ചെയ്യണമെങ്കിൽ എന്തെല്ലാം നടപടികളുണ്ടോ അത് പൂർത്തിയാക്കിയിട്ട് വേണമായിരുന്നു ലൈസൻസ് റദ്ദാക്കാൻ. ഇതൊന്നും ചെയ്യാതെ ഒരു RTO ലൈസൻസ് ആജീവനാന്ത കാലം ലൈസൻസ് റദ്ദാക്കിയാൽ ഇവിടെ സുപ്രീം കോടതി വരെയുള്ള കോടതികളുണ്ട്. അവര് അവിടെ ചെന്ന് പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുകയും സർക്കാർ കാര്യം മുറ പോലെ കോടതിയിൽ എത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവര് കടന്നു പോകും, കുറ്റവാളികൾ കടന്നു പോകും എന്നുള്ള ഉറപ്പല്ലേ. അപ്പൊ ആരുടെ കണ്ണിലാണ് പൊടിയിട്ട്, ആരുടെ ചെവിയിലാണ് MVD പൊടിയിട്ട്? ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇത് പോലീസിനെ കൊണ്ട് അവരെ ഈ വ്യക്തിക്കെതിരെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കണമായിരുന്നു. റാഷ് ആൻഡ് നെഗ്ലിജൻസിന് മാത്രമായിട്ട് എടുക്കരുത്. അതിന് അതിന്റേതായ വകുപ്പുകൾ പലതുണ്ട്. അതിന് ചേർത്ത് നടപടികൾ എടുക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്ത് ചൂക്കുന്ന അവർ പെട്ടെന്ന് ലൈസൻസ് ആജീവനാന്ത കാലം റദ്ദാക്കി. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും കാണുന്നില്ലേ, ചില പ്രൈവറ്റ് ബസ്സുകൾ അപകടം ഉണ്ടാക്കുമ്പോൾ അവരുടെ പെർമിറ്റ് റദ്ദ് ചെയ്തു, പെർമിറ്റ് റദ്ദ് ചെയ്യാൻ ശുപാർശ ചെയ്തു. ഇന്ന് വരെ കേരളത്തില് ഏതെങ്കിലും അങ്ങനെ എടുത്ത ഒരു നടപടിക്ക് റദ്ദ് ചെയ്തതായി ഒന്ന് കാണിക്കാമോ? ഏതെങ്കിലും ഒരു ഇത്. അപ്പൊ ഇവര് കാണിക്കുന്ന വെറും പൊറോട്ട നാടകമാണ് ഞാൻ പറയുള്ളൂ. അവര് ഇപ്പൊ കുറച്ചായിട്ട് അവരും സോഷ്യൽ മീഡിയ വഴിയാണല്ലോ മോട്ടോർ വാഹന വകുപ്പും കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ സംശയം ചോദിക്കാം, ഒരു ചെറിയ സംശയം, ഒരു ചാനലിൽ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. കുഴപ്പമില്ലെങ്കിൽ ചോദിക്കാം, കുഴപ്പമുണ്ടോ? നമ്മുടെ സ്കൂളും കോളേജും ഒക്കെ തുറന്നില്ലേ? ഈ തുറന്ന സമയത്ത് വിദ്യാർത്ഥി കൺസെഷൻ എന്ന് പറഞ്ഞ് കുറെ സാറുമാരിറങ്ങി ബസ്സുകളിലെല്ലാം വിദ്യാർത്ഥി കൺസെഷൻ കൊടുത്തോണം, അങ്ങനെയാണ് നിയമം, ഇങ്ങനെ നിയമം എന്നെല്ലാം പറഞ്ഞിറങ്ങി. ഒരു പ്രദർശനവും നാടകവും എല്ലാം നമ്മൾ റോഡുകളിൽ പല ഭാഗത്തും കണ്ടു, പലയിടത്തും TVയിലും ഒക്കെ കണ്ടു. അങ്ങനെ ഇരുന്നപ്പോ ഒരു സ്കൂൾ ബസ്സിന് തീ പിടിച്ചു. തീ പിടിച്ചപ്പോ തന്നെ അന്നേരെ സ്കൂൾ ബസ്സുകളെല്ലാം കൊണ്ടുവന്ന് വീണ്ടും പരിശോധിക്കുന്നു. ഓണിന്റെ വയർ ഷോർട്ട് ആയതാണെന്ന് പറയുന്നു. ഇങ്ങനെ അതൊരു വലിയ നാടകം തന്നെ നടത്തുന്നുണ്ട് ചില ഉദ്യോഗസ്ഥർ. ഞാൻ സംശയം ചോദിക്കുകയാണ്, എന്നെ അന്ന് എന്റെ ബസ് പിടിച്ചപ്പം അന്ന് MVDക്കാര് പറഞ്ഞിരുന്നത് 2 തരം ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ, കോൺട്രാക്ട് ഗാരേജും സ്റ്റേജ് ഗാരേജും. അപ്പൊ കോൺട്രാക്ട് ഗാരേജും സ്റ്റേജ് ഗാരേജും ഉണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് AITP എന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞൊരു ബസ്സും കൂടെ ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തു.
അതിപ്പോ എന്റെ വണ്ടി സൗകര്യാർത്ഥം വളരെ സന്തോഷമായിട്ട് ഓടുന്നുമുണ്ട്, ഒരു വിഷയമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കാണ്, അന്ന് അവര് 2 വണ്ടിയുണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ 3 വണ്ടിയുണ്ടെന്ന് തെളിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നു 4 വണ്ടിയുണ്ട്. ഈ പറഞ്ഞ ബസ്സുകളെ 4ആയി തരംതിരിക്കാം. സ്റ്റേജ് ഗാരേജ്, കോൺട്രാക്ട് ഗാരേജ്, ഓൾ ഇന്ത്യ ടൂർസ് പറഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് എന്നും പറഞ്ഞൊരു കാറ്റഗറി കൂടെ ഉണ്ട്. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസിന് ടാക്സ് ഫ്രീ ഗവൺമെന്റ് കൊടുക്കും. ടാക്സ് ഫ്രീ ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാക്സ് ഫ്രീയും കൊണ്ട് ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ പഠന സൗകര്യാർത്ഥം ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമാണ്. അത് എയ്ഡഡ് സ്കൂളിലെ പിള്ളേർക്ക് കൊടുക്കുന്നതാണ്. അത് അൺഎയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കും കൂടെ ആയിട്ട് മാറ്റിയിട്ട് ഇന്ന് ഇവിടുത്തെ 90% എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസും ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ടാക്സ് ഫ്രീ മേടിച്ചുകൊണ്ട് അനാവശ്യമായതല്ല, ഭീമമായ കൊള്ള നടത്തുകയാണ്. കാരണം അവർക്ക് ഫെയർ സ്റ്റേജ് ഇല്ല, ഫെയർ ലിസ്റ്റ് ഇല്ല, റൂട്ടില്ല. സൗകര്യമുള്ള റൂട്ടിൽ എങ്ങനെ വേണമെങ്കിലും സർവീസ് നടത്താം. ആ നടത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ട് ഇത് മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാരുടെ, സ്റ്റേജ് ഗാരേജ് ബസ്സുകാരുടെ തലയിലോട്ട് കയറുകയാണ്. നിങ്ങൾ എസ് ടി കൊടുത്തോണം. കാരണം ഞാൻ ചോദിക്കട്ടെ, 10 രൂപയ്ക്ക് ദൂരത്തിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു കുട്ടിക്ക് സ്കൂൾ ബസ്സില് ഒരു മാസത്തേക്ക് മേടിക്കുന്നത് 3000 4000 മേടിക്കും. മാത്രമല്ല ടാക്സ് ഫ്രീ കൊടുക്കുന്ന വണ്ടികളിൽ പലതും AC ബസ്സാണ്, AC സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ഈ ഏത് സ്കൂളിൽ ഏത് വിദ്യാലയത്തിനുണ്ട് AC ബസ്? അങ്ങനത്തെ ആഡംബരം കാണിക്കുമ്പോൾ പല അൺഎയ്ഡഡ് സ്കൂളുകളുടെയും കോളേജുകളുടെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ് അവരുടെ ബസ്സുകളാണ്. അപ്പൊ അതാത് സ്കൂളിലെ പിള്ളേരെ അവര് കയറ്റിയല്ല, അത് പ്രൈവറ്റുകാർ കയറ്റിക്കണം. കാശുള്ളവരുടെ പിള്ളേര് മാത്രം ആൾക്കാര്. അപ്പൊ അവർക്ക് ഫെയർ സ്റ്റേജും ഫെയർ ലിസ്റ്റും നിർണ്ണയിക്കുകയല്ലേ ഏറ്റവും അത്യാവശ്യമായ കാര്യം. അവർക്ക് ടാക്സ് കിട്ടും. ഇന്ന് കേരളത്തില് ഈ ടാക്സുകൾ മുഴുവൻ കൃത്യമായിട്ട് കൊടുത്തിട്ട് നടത്തുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് കേരളത്തിലുള്ളൂ. അത് പാലാ ബ്രില്യന്റ്. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 60-70 വണ്ടിയുണ്ടെന്നാണ് എന്റെ അറിവ്. അത് മുഴുവൻ കൃത്യമായി ടാക്സ് അടച്ചിട്ട് നടത്തുന്ന സർവീസാണ്. ഇന്ന് വരെ അവരെ നോക്കേണ്ട കാര്യമില്ല. കാരണം അവർ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പൊറോട്ട് നാടകം എന്താണെന്നുള്ളത് ഞാൻ പറയുകയാണ് ചെയ്തത്. ഇവര് പറയും എല്ലാരും ഇപ്പൊ നടക്കും. ഒന്നും നടക്കേല. കാരണം നടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർ ചെയ്തു വെക്കുന്നത്.